ഗൗതം കൃഷ്ണയ്ക്കായി നടത്തിയ തെരച്ചിലിൽ വീഴ്ച വന്നോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീണ്ടകര പുത്തൻതുറയിലെ ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോസ്റ്റൽ പോലീസിന് വേണ്ട സൗകര്യങ്ങൾ ഉടൻ ഒരുക്കും. മന്ത്രിസഭാ യോഗത്തിൽ കുടുംബത്തിന്റെ കാര്യം അവതരിപ്പിക്കും. കുടുംബത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മന്ത്രി ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗൗതം കൃഷ്ണയുടെ നീണ്ടകര പുത്തൻതുറയിലെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് സാധ്യമായ നിലയിൽ തെരച്ചിൽ നടത്തിയതായാണ് IG അറിയിച്ചത്. തെരച്ചിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ പരിമിതികൾ സംബന്ധിച്ച് ഈ സംഭവം കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ്. കോസ്റ്റൽ പോലീസിന് വേണ്ട സൗകര്യങ്ങൾ ഉടൻ ഒരുക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് കാണാതായത്. ഇപ്പം ഞാൻ കോസ്റ്റ് ഗാർഡ് IG സംസാരിച്ചു. കോസ്റ്റ് ഗാർഡിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ സെർച്ച് നടത്തുന്നത്. ഏതായാലും ആ അന്വേഷണം വീണ്ടും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ് സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. നേവിയുണ്ട്. നേവിയുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആളുകളുണ്ട്. പരമാവധി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകും. സെർച്ച് വീണ്ടും തുടരും. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കും. എന്താണെന്ന് സാധാരണ സംഭവം ഉണ്ടാകും അപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിലാണ്. നമ്മളപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. കോസ്റ്റ് ഗാർഡ് ഞാൻ കോസ്റ്റ് ഗാർഡ് IG അക്ബറുമായിട്ട് അപ്പം തന്നെ സംസാരിച്ചതാണ്. കോസ്റ്റ് ഗാർഡിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. തീർച്ചയായിട്ടും അത് നോക്കുക. കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സൗകര്യങ്ങളാണ് പലപ്പോഴും അവർക്കുള്ളത്. അവർക്ക് വേണ്ടത്ര ബോട്ടുകളോ ഇല്ല, വാഹനമില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അത് ഏതായാലും ഇതിപ്പം ഈ സംഭവത്തോടെ കണ്ണു തുറപ്പിക്കും. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും. മന്ത്രിസഭാ യോഗത്തിൽ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തിന്റെ കാര്യം അവതരിപ്പിക്കും. കുടുംബത്തിന് സർക്കാരിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മന്ത്രി ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.